നിലമേലിൽ വാഹനത്തിന് നേരെ SFI പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗവർണർ പറഞ്ഞതുപോലെ പ്രവർത്തകർ വാഹനം ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിലില്ല. റോഡരികിൽ നിന്നായിരുന്നു പ്രതിഷേധം കണ്ട് ഗവർണറുടെ വാഹനം നിർത്തുകയായിരുന്നു. അരുൺ രാജ് വിവരങ്ങളുമായി. അരുൺ രാജ്, നിലമേലിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ പലകുറി അദ്ദേഹം ഹിറ്റ് മൈ കാർ എന്ന വാക്കുപയോഗിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ തരത്തിലേക്കൊന്നും ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. റോഡരികിൽ നിന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ അത് കാണുമ്പോൾ തന്നെ വാഹനം നിർത്തി അവർക്കരികിലേക്ക് പോകുന്ന ഗവർണറെ, ക്ഷുഭിതനായി നീങ്ങുന്ന ഗവർണറെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായും അനുജ, ഈ നിലമേലിലെ പ്രതിഷേധം അതിന് വിട്ടുപോയി തന്റെ വാഹനത്തിന് നേരെ ഈ പ്രതിഷേധം എത്തി. തന്റെ വാഹനത്തിന്റെ ഗ്ലാസിൽ ഈ പ്രതിഷേധക്കാർ എത്തിയതോടെയാണ് താൻ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതെന്നായിരുന്നു ഗവർണറുടെ ആദ്യ പ്രതികരണം. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിഷേധക്കാർ റോഡിന് സൈഡിൽ നിന്ന് ഈ പ്രതിഷേധ മുദ്രാവാക്യവും ബാനറും ഉയർത്തിക്കാട്ടിയപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വാഹനം നിർത്തി ഈ പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ വെച്ച് പോലീസിനെതിരെയും പ്രതിഷേധക്കാർക്കെതിരെയും ഇദ്ദേഹം കയർക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ഈ ബാനറുകൾ മാറ്റാൻ പ്രതിഷേധക്കാരോടും പോലീസുകാരോടും ആവശ്യപ്പെട്ടു. ഒടുവിലാണ് അദ്ദേഹം അവിടെ ഈ കസേരയിട്ടിരുന്ന പ്രതിഷേധിക്കുന്ന സ്ഥിതിയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയത്. എന്തായാലും നിലമേലിലെ പ്രതിഷേധത്തിൽ ഗവർണർ സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പെട്ടെന്നുള്ള ഒരു പ്രൊവോക്കേഷൻ ആയിരുന്നു എന്നായിരുന്നു SFIയുടെ നിലപാട്. ആ നിലപാട് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പ്രതിഷേധക്കാർക്കെതിരെ ഉള്ള നടപടി എന്തോ എന്നതിന്റെ FIR കിട്ടിയതിന് ശേഷമേ താൻ പോകൂ എന്നതായിരുന്നല്ലോ ഗവർണറുടെ കടുംപിടുത്തം. അത് കണ്ടതിന് ശേഷമാണ് ഗവർണർ അവിടം വിട്ടതും പ്രതിഷേധത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതും. പക്ഷേ ഇതിൽ ഇപ്പോൾ തന്നെ പ്രതിഷേധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ SFI. 124 ഇട്ടിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നു. അതിൽ എന്താകും ഇനി തുടർന്നുള്ള നടപടി? അതിനുള്ള വകുപ്പില്ല എന്ന തരത്തിലേക്ക് മന്ത്രി P രാജീവിന്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. അനുജ, സാധാരണഗതിയിൽ ഒരു പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമ്പോൾ IPC 124 എടുക്കേണ്ട സ്ഥിതിയില്ല. പക്ഷേ ഈ ഗവർണർ, രാഷ്ട്രപതി എന്നിവർ ഈ വാഹനത്തിൽ നിന്ന് ഏതെങ്കിലും പ്രതിഷേധങ്ങൾക്കിടയിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ പ്രതിഷേധങ്ങൾക്ക് സ്വാഭാവികമായും ഇത്തരത്തിൽ 124 ഇടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. രാജ്ഭവൻ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം തന്നെ ചെലുത്തിയിരുന്നു. കാരണം ഈ ഗവർണർക്ക് നേരെ, ഗവർണറുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് ഇത്രയധികം പ്രവർത്തകർ അവിടെ സംഘടിച്ചു നിന്നത് എന്നതായിരുന്നു രാജ്ഭവന്റെ പ്രധാന ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ നിലവിൽ 124 IPC സെക്ഷൻ 124 പ്രകാരം കേസെടുത്തിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കോ കാണുന്ന ഒരു സാഹചര്യമല്ല. എന്തായാലും ഈ പ്രതിഷേധങ്ങൾക്ക് ഇടയിൽ ഇത്തരം ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം SFI ഇതിനോടകം തന്നെ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ രാജ്ഭവൻ ഇത്ര ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതോടെയാണ് രാജ്ഭവൻ ഈ തീരുമാനത്തിൽ നിന്ന്, ഗവർണറും ഈ തീരുമാനത്തിൽ നിന്ന്, ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ പോലും തയ്യാറായത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതാണ് ഏതായാലും ഈ വിഷയത്തിലുള്ള FIR എന്താണ് ഇട്ടിരിക്കുന്നത് അത് കണ്ടതിന് ശേഷമാണ് ഗവർണർ ഇന്ന് പ്രതിഷേധം അവസാനിച്ച് പോയത്. അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഗവർണർ ഈ പ്രതിഷേധം അവസാനിച്ച് പോയത് എന്നുള്ളതാണ് വസ്തുത.